ഹോല ഹായ് ക്യൂട്ടീസ് ആഫ്റ്റർ എ ലോങ് ടൈം ഞാനൊരു പുതിയ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഡാക്കറ്റ് സ്മാർട്ടിൽ നിന്ന് നമ്മൾ മേടിച്ച കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാമെന്ന് വെച്ചു. കുറച്ച് സാധനങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ മേടിച്ചത്. ഇതുപോലെ തന്നെ വേറൊന്നും കൂടെ മേടിച്ചിട്ടുണ്ട് വേറെ ചാനലിൽ നിന്ന്, ക്രാഫ്റ്റ് മെറ്റീരിയൽ ഹബ്ബും പിന്നെ TBSഉം. അപ്പോൾ ജേർണൽ സപ്ലൈസ് ചെയ്യുന്നവർക്കും പിന്നെ കുറച്ച് ക്യൂട്ടായിട്ട് സ്റ്റിക്കറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയ സാധനങ്ങളാണ്. പാക്കിങ്ങൊക്കെ നല്ലതാണ്. ഇവരുടെ നിന്ന് പണ്ടും ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ചില സാധനങ്ങൾ അറിയാത്ത കാര്യങ്ങൾ, ആദ്യമായിട്ട് മേടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സാധനങ്ങളൊക്കെ നേരത്തെ മേടിച്ചതിനകത്തൊന്നും ഒരു ഡിഫറെൻ്റായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളതാണ്. അപ്പം പല സാധനങ്ങളും നമുക്കറിയാൻ മേലാതെ മേടിച്ച സാധനങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അറിയത്തില്ല. എനിക്ക് പണ്ട് തൊട്ടേ ഈ സ്റ്റിക്കേഴ്സിനോടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. നമ്മൾ എത്ര വലുതായാലും നമ്മുടെ മനസ്സിൽ ഒരു കുഞ്ഞു കുട്ടികളുണ്ടെന്നുള്ളതിനാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണിക്കാനും നമ്മൾ മേടിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ജേർണൽസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാതെ സ്റ്റേഷനറിയൊക്കെ മേടിക്കുന്നവർക്കും ഡാക്കറ്റ്സ്മാർക്ക് നല്ല ഓപ്ഷനാണ്. വേറെയും ചില ചാനലുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ആദ്യമായിട്ട് ഞാൻ മേടിച്ചത്. ഇതിൻ്റെയൊക്കെ പല പല കളറും പല പല തീമിലും ഉണ്ട്. അപ്പം അടുത്തായിട്ട് ഞാൻ മേടിച്ചത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ കുറച്ച് കോട്ട്സാണ്. അപ്പം പല കളറിലുണ്ടായിരുന്നു. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മേടിച്ചതെന്ന് വെച്ചാൽ പലതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാമെന്ന് വെച്ചുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്കറിയാലോ, ഇതുകൂടാതെ എനിക്കൊരു ചാനലും കൂടി ഉണ്ട്, ജേർണൽ സപ്ലൈസ് വെച്ച് ജേർണലിങ്ങും അല്ലാതെ ഹാൻഡ് മെയ്ഡ് ജേർണലിങ്ങൊക്കെ ചെയ്യുന്ന വേറൊരു പേജും കൂടെ ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് മെൻഷൻ ചെയ്തേക്കാം. എൻ്റെ മറ്റ് 2 ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ പരീക്ഷയൊക്കെ അടുത്തിരിക്കുകയാണെന്നറിയാം, പലരും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ എങ്ങനെയുണ്ട്, ഇത് ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്തത് ഇതൊരു ഞാൻ മേടിച്ചത് ഉദ്ദേശിച്ചത് ട്രാൻസ്പെറൻറ്റ് വിൻഡോ ആയിരിക്കും എന്നാണ്. പക്ഷേ ഇതൊരു പേപ്പർ ടൈപ്പ് വിൻഡോ ആയിപ്പോയി. എനിക്ക് ഈ പല നമ്മൾ ഫോറിൻ ചാനലിലൊക്കെ കാണുമ്പോൾ ഈ വിൻഡോ കാണത്തില്ലേ, വിൻഡോയോ ഡോറോ എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിച്ച് കാണത്തില്ലേ, അങ്ങനെ ഉദ്ദേശിച്ചാണ് മേടിച്ചത്. സാരമില്ല, ഇറ്റ്സ് ഓക്കെ. നമുക്കിപ്പം ഓരോ പ്രാവശ്യം അബദ്ധം പറ്റിയാൽ സാരമില്ല, ഇതും യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്നാലും നെക്സ്റ്റ് ടൈം നമുക്കൊന്ന് വേറെ ട്രൈ ചെയ്യാം അല്ലേ. അപ്പം ഇതാണ് ഇത് മേടിച്ചത്. ഇനി അടുത്തത് ഇതൊരു ഈ നമ്മൾ പാറ്റേൺ പേപ്പർ പോലെ ഇരിക്കുന്ന നമ്മുടെ ഡൂലീസ് പേപ്പറോ അങ്ങനെ കണ്ടല്ല പേപ്പറില്ലയോ, അതാണ്. പക്ഷേ ഇത് നമ്മൾ മേടിക്കണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഏതെങ്കിലും കുറച്ച് പഞ്ചുണ്ടെങ്കിൽ, ഡിഫറെൻറ്റ് ടൈപ്പ് പഞ്ചുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ചതല്ലെന്ന് എനിക്ക് തോന്നി. ഇതുപോലെ തന്നെ വേറെ കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സാരമില്ല, അടുത്ത പ്രാവശ്യം മേടിക്കുമ്പോൾ കുഴപ്പമില്ല. ഇത് പിന്നെ ഇച്ചിരി ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഈ സാധനം ഞാൻ നേരത്തെ മേടിച്ചതാണ്. ഈ സ്റ്റിക്കർ ഇതിൻ്റെ വേറെ കളറിൽ പിങ്ക് കളറാണെന്ന് തോന്നുന്നു. ഇത് പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പം ലോങ് വീഡിയോസ് കുറേ നാൾ ഇടായിരുന്നു. എനിക്ക് ഇച്ചിരി ഹെൽത്ത് വയ്യായിരുന്നു, പല പല കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോസൊക്കെ കാണണം. ഇപ്പോഴും എൻ്റെ ശബ്ദം അത്ര ശരിയല്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത്. നിങ്ങൾ കുറേ നാളായിട്ട് ചോദിക്കുന്നില്ല ലോങ് വീഡിയോസ് എന്താ ചേച്ചി ചെയ്യാത്തതെന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ ജേർണൽസ് ഇഷ്ടമുള്ളതാണെങ്കിൽ മറ്റേ ചാനലും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറെ കളർ എനിക്കുണ്ട് കേട്ടോ. ഇനി മേടിച്ച സെയിം ടൈപ്പ് നേരത്തെ നമ്മൾ കണ്ട കോട്ട്സിൻ്റെ തന്നെ വേറെ ഒരു ബ്രൗൺ തീമാണ്. സത്യത്തിൽ രണ്ടും ബ്രൗൺ ആയത് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഞാനൊരു വേറൊരു കളർ മേടിച്ചാൽ മതിയായിരുന്നു. ഇത് നല്ല സൂപ്പറായിട്ടുള്ള കുറേ കോട്ട്സുകളുണ്ട്, നല്ല നല്ല ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പോൾ ഇത് ജേർണലിങ് മാത്രമല്ല, ആർക്കെങ്കിലുമൊക്കെ ഈ ഡയറി എഴുതുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇതൊക്കെ ഡയറിയിലൊക്കെ ഒട്ടിച്ച് വെക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്റ്റിക്കർ കളക്ഷൻ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ഞാൻ ഡിഫറെൻ്റായിട്ട് ആദ്യമായിട്ട് മേടിച്ചാണ്. ഈ വിസ്പറിങ് പേജ് എന്ന് പറഞ്ഞാൽ പല പല ഇതുണ്ട് കേട്ടോ, പല തീമുകളുണ്ട്, പല ഗേൾസിൻ്റെ പല ഓരോ ട്രാവലിങ് ഓരോ തീം വെച്ചുകളുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ട്രാൻസ്പെറൻ്റ് അല്ല, എനിക്ക് കൂടുതൽ ട്രാൻസ്പെറൻറ്റിനോടാണ് ഇഷ്ടം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പേപ്പർ വെച്ചുള്ള സ്റ്റിക്കർ മേടിച്ചത്. അപ്പോൾ അടുത്ത ചാനലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കറിനോട് ഒരു വല്ലാത്തൊരു ഇഷ്ടം കേട്ടോ. അതെവിടെ കണ്ടാലും ഞാൻ മേടിക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇതുപോലത്തെയൊക്കെ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും ഡാക്കറ്റ് സ്മാർട്ടിൽ നിന്ന് കേട്ടോ. വേറെ ചാനൽസൊക്കെ ഉണ്ട്, വേറെ ഇൻസ്റ്റാഗ്രാം സ്റ്റിക്ക് ചെയ്ത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇത് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നതാണ്. പല വാഷി ടൈപ്പ് മേടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് റെയിൻബോ സീരീസ് എന്ന് പറഞ്ഞിട്ട്, ഇതിനകത്ത് ഞാൻ യെല്ലോയാണ് മേടിച്ചിരുന്നത്. ഇതുണ്ട്, യെല്ലോയുടെ തന്നെ പല പല കുഞ്ഞു കുഞ്ഞു പാറ്റേണുള്ള വളരെ തിന്നായിട്ടുള്ള വാഷി ടേപ്പാണ്. അപ്പം ഞാൻ നോക്കാമെന്ന് വെച്ച് മേടിച്ചതാണ്. വേറെ കളറൊക്കെ ഉണ്ടായിരുന്നു, ചിലതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കേട്ടോ. അപ്പം വലിയ വലിയ വാഷി ടേപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെയാണ് ഈ കുഞ്ഞതും കേട്ടോ.
അപ്പോൾ എങ്ങനെയുണ്ട്? കണ്ടാൽ രസമുണ്ടല്ലേ? പിന്നെ ഇതൊന്നും ഞാൻ പൊട്ടിക്കുന്നില്ല. PT സ്റ്റിക്കേഴ്സ് റോളുകളാണ്. പല പല ഈ ഫ്ലോറൽ തീം, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം, അങ്ങനെ കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് അതുപോലത്തെ ഈ ഫ്ലോറൽ സ്റ്റിക്കേഴ്സ്. ഇതുകൊണ്ട് നമ്മൾ നേരത്തെ സാധനം പറഞ്ഞില്ലായിരുന്നോ? ഡോയിലീസ് എന്ന് പറഞ്ഞില്ലേ? അതാണിത്. ബാക്ക്ഗ്രൗണ്ടിൽ ഈ കുറേ പട്ടികൾ ശബ്ദം കേൾക്കാൻ ക്ഷമിക്കുക. കാരണം വെച്ചാൽ രാത്രിയിലാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ രാത്രി ഇവിടെ ഭയങ്കര പട്ടിശല്യം കേട്ടോ. അപ്പോൾ ഈ പേപ്പർ ഡോയിലീസ് എന്ന് പറയുന്നതാണ് ഞാൻ ഉദ്ദേശിച്ച, എനിക്കൊരു സർക്കിൾ നമ്മൾ റൗണ്ട് ഷേപ്പായിരുന്നു. സാരില്ല പോട്ടെ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. നമ്മുടെ സിസേഴ്സ് ഉണ്ടെങ്കിലും ട്രാൻസ്പെറൻറ്റ് ഇങ്ങനെയുള്ള സിസർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദേ ഈ പുള്ളിക്കാരനെയാണ് കേട്ടോ. ഈ ഒരു 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 എന്താ പറയുന്നത്, ഒരു കളർഫുൾ പാറ്റേണൊക്കെയാണ്. വാൻ ഗോഫിൻ്റെ തീമിലുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് ഓരോ ഡ്രോയിങ്ങിനും ഓരോ യുണീക്ക്നെസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വാട്ടർ കളർ ഡ്രോയിങ് പോലെ തോന്നുന്നു, പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ ഇതുപോലത്തെ പല കളറുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ.